ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഹേർട്ട് നോട്ട് ദ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന യൂണിറ്റിലെ ബാക്കി കംപ്ലീറ്റ് നോട്ട്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ആയപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കണം ഇതിൻ്റെ അകത്തുള്ള നോട്ട്സ് എല്ലാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വേസ്റ്റ് ഫോംഡ് ഇൻ എ ഹൗസ് ഹോൾഡ്. ഒരു വീട്ടിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ വേസ്റ്റ് ഏതൊക്കെയാണെന്ന് അതിനെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫ്രൂട്ട് പീൽ പഴത്തൊലി, വെജിറ്റബിൾ വേസ്റ്റ് പച്ചക്കറിയുടെ മാലിന്യങ്ങൾ, ദെൻ പ്ലാസ്റ്റിക് കവറുകൾ, ഫുഡ് വെയർ ചെരുപ്പുകൾ, പ്ലാസ്റ്റിക് ബോട്ടിൽസ് പ്ലാസ്റ്റിക് കുപ്പികൾ, യൂസ്ഡ് ക്ലോത്ത്സ് ഉപയോഗിച്ച തുണിത്തരങ്ങൾ, പേപ്പർ, പിന്നെ ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബ്, യൂസ്ഡ് ബ്രഷ്, ഡാമേജ്ഡ് CFL അല്ലെങ്കിൽ കേടായ CFL, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഹൗസ് ഹോൾഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ആൻഡ് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്? ജൈവ മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ. ബയോഡീഗ്രേഡബിൾ എന്ന് വെച്ചാൽ ജൈവ മാലിന്യങ്ങൾ, നോൺ ബയോഡീഗ്രേഡബിൾ എന്ന് വെച്ചാൽ അജൈവ മാലിന്യങ്ങൾ. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ആർ സച്ച് വേസ്റ്റ് ദാറ്റ് ഡീകമ്പോസസ് ആൻഡ് ഗെറ്റ് ഡിസോൾവ്സ് ഇൻ ദ സോയിൽ ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് മൈക്രോബ്സ്. അതായത് മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായിട്ട് ഡീകമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ വിഘടിച്ച് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന മാലിന്യങ്ങളാണ് ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ? മൈക്രോ ഓർഗാനിസംസ് ഇൻ സോയിൽ കനോട്ട് ബ്രേക്ക് ഡൗൺ പ്ലാസ്റ്റിക് വേസ്റ്റ്, ഗ്ലാസ് പീസസ്, മെറ്റൽസ്, ഇലക്ട്രോണിക് വേസ്റ്റ്, തെർമോകൂൾ ആൻഡ് ലൈക്ക് സച്ച് സബ്സ്റ്റൻസസ് ആർ നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്. അതായത് മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസത്തിന് ഈ താഴെ പറയുന്ന കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാം, ബ്രേക്ക് ഡൗൺ ചെയ്യാൻ അല്ലെങ്കിൽ വിഘടിപ്പിക്കാൻ കഴിയില്ല. ഏതൊക്കെ കാര്യങ്ങളെ? പ്ലാസ്റ്റിക് വേസ്റ്റ്, പിന്നെ ഗ്ലാസിൻ്റെ പീസ്, പിന്നെ മെറ്റൽസിന് ലോഹ ഭാഗങ്ങൾ, പിന്നെ ഇലക്ട്രോണിക് വേസ്റ്റിനെയൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ലാതായ മൊബൈൽ ഫോൺ, അതൊക്കെ ഇലക്ട്രോണിക് വേസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ തെർമോകൂളിന് പിന്നെ അങ്ങനെയുള്ള ഐറ്റംസിനെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സോയിലിൻ്റെ അകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് അല്ലെങ്കിൽ അജൈവ മാലിന്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത്, റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് ബയോഡീഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്. ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് അല്ലെങ്കിൽ ജൈവ മാലിന്യം, അജൈവ മാലിന്യം, ഇതിന് എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയോളൂ, ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് അല്ലെങ്കിൽ ജൈവ മാലിന്യം, അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബനാന പീൽ നമ്മുടെ പഴത്തിൻ്റെ തൊലി, ഫുഡ് വേസ്റ്റ് ആഹാരത്തിൻ്റെ വേസ്റ്റ്, പേപ്പർ, പിന്നെ ഫിഷ് ആൻഡ് മീറ്റ് വേസ്റ്റ് അതായത് മത്സ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും വേസ്റ്റ്, പിന്നെ വെജിറ്റബിൾ പച്ചക്കറിയുടെ വേസ്റ്റ്, കോട്ടൺ ക്ലോത്ത്സ് കോട്ടൺ തുണിത്തരങ്ങൾ, ഡ്രൈ ലീവ്സ് ഉണങ്ങിയ ഇലകൾ, ഇതൊക്കെ ഏതിൻ്റെ എക്സാമ്പിളാണ്? ബയോഡീഗ്രേഡബിൾ വേസ്റ്റിന് എക്സാമ്പിൾ. ഇനി നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് അല്ലെങ്കിൽ അജൈവ മാലിന്യം അല്ലെങ്കിൽ മണ്ണിൽ വീണാൽ അത് ഒന്നും സംഭവിക്കാതെ വർഷങ്ങളോളം കിടക്കും, അങ്ങനെയുള്ള മാലിന്യങ്ങൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക് കവർ, പിന്നെ CFL അറിയാലോ, നമ്മുടെ CFL ലൈറ്റ് കണ്ടിട്ടില്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവാറ്, പിന്നെ ബാറ്ററി, പിന്നെ ഫുഡ് വെയർ നമ്മുടെ ചെരുപ്പുകൾ, ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബ്, തീർന്ന ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബ്, പിന്നെ യൂസ്ഡ് ബ്രഷ്, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, ഇതൊക്കെ ഏതിൻ്റെ എക്സാമ്പിളാണ്? നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റിന് എക്സാമ്പിളാണ്. പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കുപ്പി കേട്ടോ. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് വേസ്റ്റ് കോസസ് സോയിൽ പൊല്യൂഷൻ? ഏത് തരം വേസ്റ്റാണ് സോയിൽ പൊല്യൂഷൻ അല്ലെങ്കിൽ മണ്ണ് മലിനീകരണത്തിന് കാരണമാകുന്നത്? നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് സച്ച് ആസ് പ്ലാസ്റ്റിക് പ്രോഡക്ട്സ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് കെമിക്കൽ സബ്സ്റ്റൻസസ് പൊല്യൂട്ട് ദ സോയിൽ. അതായത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, പെസ്റ്റിസൈഡ് കീടനാശിനികൾ, രാസവസ്തുക്കൾ തുടങ്ങിയ നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ത് ചെയ്യുന്നു? സോയിലിനെ അല്ലെങ്കിൽ മണ്ണിനെ മലിനീകരിക്കുന്നു. മെറ്റൽസ് ലൈക്ക് മെർക്കുറി ആൻഡ് കാഡ്മിയം പ്രസന്റ് ഇൻ CF ലാംപ്സ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ആൾസോ കോസസ് സോയിൽ പൊല്യൂഷൻ. നമ്മുടെ CF ലാമ്പിലും കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള 2 ലോഹങ്ങളാണ് മെർക്കുറിയും കാഡ്മിയം. ഈ ലോഹങ്ങൾ നമ്മുടെ സോയിൽ പൊല്യൂഷന് കാരണമാകുന്നു. അപ്പോൾ സോയിൽ പൊല്യൂഷന് കാരണമാകുന്ന 2 ലോഹങ്ങൾ മെറ്റൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? മെർക്കുറിയും കാഡ്മിയം. ഇത് എവിടെയാണ് അടങ്ങിയിട്ടുള്ളത്? CF ലാമ്പിൽ അടങ്ങിയിട്ടുണ്ട്, കമ്പ്യൂട്ടേഴ്സിലുണ്ട്, ഇലക്ട്രോണിക് പ്രോഡക്ട്സിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുള്ളൂ. സർട്ടൻ ഹൗസ് ഹോൾഡ് വേസ്റ്റ് ആർ മെൻഷൻഡ് ബിലോ. കുറച്ച് വീട്ടിലുണ്ടാക്കുന്ന മാലിന്യങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാ വേസ്റ്റിൻ്റെ ലിസ്റ്റ്? ബൾബ്, ഫുഡ് വേസ്റ്റ്, CF ലാംപ്സ്, പേപ്പർ കപ്സ്, ഫുഡ് വെയർ, ബാഗ്, ക്ലോത്ത്സ്, പെസ്റ്റിസൈഡ്സ്, അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. ക്ലാസിഫൈ ആൻഡ് ടാബ്ലേറ്റ് ദം ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ബിൻ ഷോൺ ഇൻ ദ ഫിഗർ. താഴെ ഒരു 3
ബിൻസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആ ബിൻസിൽ ഒന്നാമത്തത് ഏതാണ്, പച്ച കളർ. അതിൻ്റെ അകത്ത് നമ്മൾ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് അല്ലെങ്കിൽ ജൈവ മാലിന്യം അല്ലേ, അതായത് മണ്ണിൽ വീണ അതങ്ങ് ദ്രവിച്ച് പോകുന്ന തരത്തിലുള്ള മാലിന്യമാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഇടേണ്ടത്. അടുത്ത വൈറ്റ് ബിൻ കണ്ടോ, വൈറ്റ് കളറിലുള്ള ബിന്നിൽ നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ആണ് ഇടേണ്ടത്, അതായത് അജൈവ മാലിന്യം. ഇനി ഒരു ബ്ലാക്ക് കളർ ബോക്സ് കൊടുത്തിട്ടുണ്ട്, അവിടെ എന്താ ഇടേണ്ടത്, ഹസാർഡസ് വേസ്റ്റ് അല്ലെ, അപകടകരമായിട്ടുള്ള മാലിന്യം, അതാണ് അതിൻ്റെ അകത്ത് ഇടേണ്ടത്. അപ്പം നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഈ ബിന്നിൽ നിക്ഷേപിക്കാം അല്ലേ. ഫസ്റ്റ് ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് അല്ലെങ്കിൽ ആ പച്ച കളറിലുള്ള ബിന്നിലാണ് ഇടേണ്ടത്. അതിലേതൊക്കെയാണ് ജൈവ മാലിന്യം, അതിലേതൊക്കെയാണ് വരുന്നത്, ഫുഡ് വേസ്റ്റ് ഭക്ഷണാവശിഷ്ടങ്ങൾ, പേപ്പർ തന്നെയാണ്, പേപ്പർ കപ്പ് തന്നെയാണ്. ദെൻ വെജിറ്റബിൾ വേസ്റ്റ് പച്ചക്കറി മാലിന്യം, പിന്നെ കാർഡ്ബോർഡ് പാക്കിംഗ് മെറ്റീരിയൽസ്, കാർഡ്ബോർഡ് പാക്കിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ അതിടണം. പിന്നെ ഫിഷ് ആൻഡ് മീറ്റ് വേസ്റ്റ്, മത്സ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും അവശിഷ്ടങ്ങൾ. അപ്പോൾ ഇതൊക്കെ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ഇനി നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് അല്ലെങ്കിൽ അജൈവ മാലിന്യം, അത് ആ വെള്ള കളറിലുള്ള ബോക്സിലാണ് ഇടേണ്ടത്. അതിലേതൊക്കെയാണ് വരുന്നത്, ബൾബ്, പിന്നെ ഫുഡ്വെയർ ചെരുപ്പുകൾ, ബാഗുകൾ, ക്ലോത്ത്സ് തുണികൾ, പെയിൻറ്റ് കണ്ടെയ്നേഴ്സ് പെയിൻറ്റ് പാത്രം, പ്ലാസ്റ്റിക് ബാഗ് പ്ലാസ്റ്റിക്കിൻ്റെ ബാഗ്, പിന്നെ പ്ലാസ്റ്റിക് കപ്പ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസ് കുപ്പികൾ, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വരും കേട്ടോ. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന 2 ഐറ്റം ഞാനിവിടെ മാർക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ, ഗ്ലാസ് ബോട്ടിൽസ്, സ്ഫടികപാത്രം എന്ന് മലയാളത്തിൽ പറയാം. പിന്നെ എംറ്റി ടൂത്ത് പേസ്റ്റ് ട്യൂബ്, അതായത് ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബ് എന്ന് പറയാം, ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബ്. പിന്നെ ഗ്ലാസ് ബോട്ടിൽസ് എന്ന് വെച്ചാൽ സ്ഫടികപാത്രം. ഇതൊക്കെയാണ് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റിൽ വരുന്നത്. ഇനി നോക്കിയോളൂ ഹസാർഡസ് വേസ്റ്റിൽ ഏതാ വരുന്നത്, CF ലാമ്പ്, പിന്നെ പെസ്റ്റിസൈഡ് കണ്ടെയ്നർ എന്നാണ്, പെസ്റ്റിസൈഡ് കണ്ടെയ്നേഴ്സ് എന്ന് വെച്ചാൽ കീടനാശിനിയുടെ ആ പാത്രം കണ്ടെയ്നർ. ദെൻ മൊബൈൽ ഫോൺ ബാറ്ററി, പെസ്റ്റിസൈഡ് PESTICIDE പെസ്റ്റിസൈഡ് കണ്ടെയ്നർ, അതായത് കീടനാശിനിയുടെ പാത്രം അല്ലെങ്കിൽ കീടനാശിനിയുടെ ബോട്ടിൽ കണ്ടെയ്നർ. പിന്നെ CF ലാമ്പ്, ഇതൊക്കെ ഹസാർഡസ് വേസ്റ്റിലാണ് വരുന്നത്. ഹസാർഡസ് വേസ്റ്റിൽ അപകടകരമായിട്ടുള്ള മാലിന്യം, അത് ബ്ലാക്ക് കളറിലുള്ള ബിന്നാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ വേസ്റ്റ് മാനേജ്മെൻറ്റ് അറ്റ് സോഴ്സ്? ഉറവിട മാലിന്യ സംസ്കരണം എന്താണ്? ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്താണ് ഉറവിട മാലിന്യ സംസ്കരണം. ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഈസ് ടു ഡിസ്പോസ് ദ വേസ്റ്റ് അറ്റ് ദ സോഴ്സ് ഇറ്റ് സെൽഫ്. ദിസ് ഈസ് നോൺ ആസ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അറ്റ് സോഴ്സ്. അതായത് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സോഴ്സിൽ തന്നെ അത് എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അതിനെയാണ് മാലിന്യങ്ങളെ അവ ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ സംസ്കരിക്കുന്നതിന് ഏറ്റവും ഉചിതമായ മാർഗമാണ് ഏത്, ഉറവിട മാലിന്യ സംസ്കരണം എന്നറിയപ്പെടുന്നത്. ഇറ്റ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സെഗ്രിഗേറ്റ് ദ വേസ്റ്റ് അറ്റ് ദ സോഴ്സ് ഇറ്റ് സെൽഫ്. അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ സോഴ്സിൽ തന്നെ സെഗ്രിഗേറ്റ് ചെയ്യുക, അതായത് തരംതിരിക്കുക എന്നതാണ്. Some of the waste sorted out can be used to make organic manure. ഈ തരംതിരിച്ച മാലിന്യങ്ങളിൽ നിന്ന് ചില വേസ്റ്റ് ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തി ഓർഗാനിക് മാന്യൂർ അല്ലെങ്കിൽ ജൈവവളം നിർമ്മിക്കാൻ കഴിയും. ഇത്രയാണ് ഏതാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അറ്റ് സോഴ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് വാട്ട് ഈസ് ഓർഗാനിക് മാന്യൂർ? എന്താണ് ജൈവവളങ്ങൾ എന്ന് പറഞ്ഞാൽ? ഓർഗാനിക് വേസ്റ്റ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ കെമിക്കൽ കോമ്പൗണ്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അതായത് ജൈവ മാലിന്യങ്ങളെ സിമ്പിൾ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളുടെ സഹായത്തോടെ ചെറിയ കെമിക്കൽ കോമ്പൗണ്ട്സ്, സിംപ്ലർ കെമിക്കൽ കോമ്പൗണ്ട്സ്, ചെറിയ രാസസംയുക്തങ്ങളാക്കി നമുക്ക് ബ്രോക്കൺ ചെയ്യാൻ, വിഘടിപ്പിക്കാൻ കഴിയും. They decompose to form nitrate, phosphate and സൾഫേറ്റ്. ഇവ ഡീകമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ഇവ വിഘടിച്ച് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? നൈട്രേറ്റ് ഉണ്ടാകുന്നു, ഫോസ്ഫേറ്റ് ഉണ്ടാകുന്നു, സൾഫേറ്റ് ഉണ്ടാകുന്നു. വിച്ച് ആർ ഹെൽപ്ഫുൾ ഫോർ പ്ലാന്റ് ഗ്രോത്ത്. ഇതൊക്കെ ഈ നൈട്രേറ്റും ഫോസ്ഫേറ്റും സൾഫേറ്റും ഒക്കെ എന്താണ് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് വളരെ ഹെൽപ്ഫുൾ ആണ്. ഹെൻസ് ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് ഫെർട്ടിലൈസേഴ്സ്. അതുകൊണ്ട് നമുക്ക് ഓർഗാനിക് മാനുവറിനെ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് വളമായിട്ട് ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ?
അടുത്ത ക്വസ്റ്റ്യനെ വാട്ട് ആർ ദ 3 മെയിൻ മെത്തേഡ്സ് ഓഫ് ബയോ വേസ്റ്റ് മാനേജ്മെന്റ് അറ്റ് ഹൗസ് ഹോൾഡ് ലെവൽസ്? അതായത് ഗാർഹിക തലത്തിൽ ഈ ജൈവമാലിന്യ സംസ്കരണത്തിന് പ്രധാനമായിട്ട് ഒരു 3 രീതികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഏതെല്ലാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ 3 രീതികൾ ഗാർഹിക തലത്തിൽ മാലിന്യ സംസ്കരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന 3 രീതികളാണ്. ഒന്ന് വെർമി കമ്പോസ്റ്റിംഗ്. എന്താണ് വെർമി കമ്പോസ്റ്റിംഗ് അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയും. രണ്ടാമത്തത് എയർ കോണ്ടാക്ട് കമ്പോസ്റ്റിംഗ്, വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ്. മൂന്നാമത്തത് പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്, ബയോഗ്യാസിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ജൈവവാതക നിർമ്മാണം. അപ്പോൾ ഈ 3 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. ഇനി ഈ 3 മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ എന്താണ്? വെർമി കമ്പോസ്റ്റ്. വെർമി കമ്പോസ്റ്റ് എന്താണ്? വെർമി കമ്പോസ്റ്റിംഗ് അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഉപയോഗപ്പെടുത്തുന്നത്? മണ്ണിരകളെ ഉപയോഗപ്പെടുത്തി നമ്മൾ ഈ വളം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് നിർമ്മിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർമി കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. നോക്കിയോളൂ. വെർമി കമ്പോസ്റ്റ് ഈസ് എ ഫെർട്ടിലൈസർ പ്രൊഡ്യൂസ്ഡ് യൂസിങ് എർത്ത് വേംസ്. ഫസ്റ്റ് സെൻറ്റൻസ് അത് തന്നെയാണ്. എർത്ത് വേംസ് അല്ലെങ്കിൽ മണ്ണിരകളെ യൂസ് ചെയ്ത് നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മൾ എന്ത് നിർമ്മിക്കുന്നു? വളം നിർമ്മിക്കുന്നു. അതിനെയാണ് നമ്മൾ വെർമി കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായ? വെർമി കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫെർട്ടിലൈസറാണ്, ഒരു വളമാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂസിങ് എർത്ത് വേംസ് ഉപയോഗപ്പെടുത്തി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വളമാണ് വെർമി കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ആൾസോ എ മെത്തേഡ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇത് വേസ്റ്റ് മാലിന്യ നിർമ്മാർജ്ജന രീതി ആണ്. ഇത് ഒരു മാലിന്യ നിർമ്മാർജ്ജന രീതിയാണ്. പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, ലാർജ് പോട്ട്സ് ആൻഡ് സിമന്റ് ടാങ്ക്സ് ആർ യൂസ്ഡ് ഫോർ വെർമി കമ്പോസ്റ്റിംഗ്. വെർമി കമ്പോസ്റ്റിന് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? പ്ലാസ്റ്റിക് കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പാത്രം, പിന്നെ എന്താ ഉപയോഗിക്കുന്നത്? ലാർജ് പോട്ട്, വലിയ ചട്ടി, ആൻഡ് സിമന്റ് ടാങ്ക്, ഒരു വലിയ സിമന്റ് ടാങ്ക്. ഇത്രയും ആണ് നമുക്ക് വെർമി കമ്പോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. എർത്ത് വേം ടേക്സ് ഇൻ ഓർഗാനിക് മാറ്റർ ആൻഡ് ദെയർ എക്സ്ക്രീറ്റ ടേൺസ് ഇൻ ടു മാനുവർ. ഈ എർത്ത് വേം എന്ത് ചെയ്യുന്നു? ഈ ഇവിടെ കിടക്കുന്ന ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ജൈവപരമായിട്ടുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? കഴിക്കുന്നു, അല്ലേ? ടേക്ക് ചെയ്യുന്നു, എടുക്കുന്നു. എന്നിട്ട് അവയുടെ എക്സ്ക്രീറ്റ എന്ന് വെച്ചാൽ അവയുടെ വിസർജനം എന്ത് ചെയ്യുന്നു? മാനുവറായിട്ട് മാറുന്നു, വളമായിട്ട് മാറുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ എർത്ത് വേമിൻ്റെ എക്സ്ക്രീറ്റ അല്ലെങ്കിൽ അതിൻ്റെ വിസർജനമാണ് ഇവിടെ വളം, കേട്ടോ, ഫെർട്ടിലൈസറായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. രണ്ടാമത്തത് എയർ കോണ്ടാക്ട് കമ്പോസ്റ്റിംഗ്, വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ്. എന്താണെന്ന് നോക്കാം. എ ബയോ കമ്പോസ്റ്റർ ബിൻ ഇസ് എ സ്പെഷ്യലി ഡിസൈൻഡ് കണ്ടെയ്നർ ഫോർ വേസ്റ്റ് മാനേജ്മെൻറ്റ്. വേസ്റ്റ് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് എന്തെന്ന് പറഞ്ഞാൽ ഒരു ബയോ കമ്പോസ്റ്റർ ബിൻ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 കണ്ടെയ്നേഴ്സ് അറേഞ്ച്ഡ് ഇൻ ടയേഴ്സ്. തട്ടുകളായിട്ട്, ടയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ തട്ടുകളായിട്ട് 3 കണ്ടെയ്നേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ദ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഇറ്റ് ഈസ് എയർ കോണ്ടാക്ട് കമ്പോസ്റ്റിംഗ്. ഇതിൻ്റെ അകത്ത് നടക്കുന്നത് എയർ കോണ്ടാക്ട് കമ്പോസ്റ്റിംഗ് ആണ്, അതായത് വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. ദിസ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ വേസ്റ്റ് ഡിസ്പോസൽ ഇൻ ഹൗസസ്. വീടുകളിലെ വേസ്റ്റ് ഡിസ്പോസലിന് വളരെയധികം മികച്ച ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് ഈ എയർ കോണ്ടാക്ട് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ മെത്തേഡ് ബയോഗ്യാസ് പ്ലാന്റ്, ജൈവവാതക നിർമ്മാണം. ബയോഗ്യാസ് പ്ലാന്റ് എന്താണ്? എ ബയോഗ്യാസ് പ്ലാന്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് കൺവേർട്സ് വേസ്റ്റ് ഇൻ ടു ഫ്യൂവൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ ആബ്സെൻസിൽ അല്ലെങ്കിൽ ഓക്സിജന്റെ അഭാവത്തിൽ മാലിന്യം സംസ്കരിച്ച് ഫ്യൂവൽ അല്ലെങ്കിൽ ഇന്ധനമാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത്. In this method, along with the waste management, cooking gas is also obtained as a product. ഇവിടെ നമുക്ക് വേസ്റ്റ് മാനേജ് ചെയ്യുന്നു അല്ലെങ്കിൽ വേസ്റ്റ് നശിക്കപ്പെടുന്നു, അല്ലേ? വേസ്റ്റിനെ ഇല്ലാതാക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് കുക്കിംഗ് ഗ്യാസും ഇതിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഏതിൽ? ബയോഗ്യാസ് പ്രൊഡക്ഷനിൽ, കേട്ടോ. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് കുക്കിംഗ് ഗ്യാസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം വേസ്റ്റ് മൊത്തം നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. മാലിന്യ സംസ്കരണം അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് കുക്കിംഗ് ഗ്യാസും ലഭിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പേപ്പർ ആൻഡ് പേപ്പർ പ്രോഡക്ട്സ് ക്യാൻ ബി റീസൈക്കിൾഡ് ബട്ട് ഓൾ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് കനോട്ട് ബി ഡിസ്പോസ്ഡ് ഇൻ ദ സെയിം വേ. വൈ? അതായത് പേപ്പറും പേപ്പർ പ്രോഡക്ട്സും നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും, അല്ലേ? വീണ്ടും പുനഃചംക്രമണത്തിന് വിധേയമാക്കി വീണ്ടും ഉപയോഗിക്കാൻ കഴിയും.
പക്ഷേ എല്ലാ നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റും നമുക്ക് ഇതേപോലെ ഡിസ്പോസ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ സംസ്കരിക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ട്? നമുക്ക് ഈ പേപ്പർ അതുപോലെ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് സംസ്കരിക്കുന്നത് പോലെ നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റിനെ സംസ്കരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്നാമത്, ഹാർഡ് ടു ഡിസോൾവ് ഇൻ സോയിൽ, മണ്ണിൽ അലിഞ്ഞ് ചേരാൻ ഇതിന് വളരെ പ്രയാസം അനുഭവപ്പെടുന്നു. 2, യൂസിങ് മൾട്ടിപ്പിൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഇൻ വൺ ഡിവൈസ്, ഒരു ഡിവൈസിൽ തന്നെ മൾട്ടിപ്പിൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം നിർമ്മാണ സാമഗ്രികൾ ഒരു ഡിവൈസിൽ തന്നെ ഉണ്ടാവാറുണ്ട്. 3, ലൈഫ് ത്രെട്ടണിങ് കെമിക്കൽസ്, ജീവന് ഭീഷണിയായിട്ടുള്ള രാസവസ്തുക്കളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് വെറുതെ അങ്ങ് മണ്ണിൽ കളയാൻ പറ്റില്ല. അത് ആ മണ്ണിൽ കിടന്ന് അവിടെയുള്ള ജനങ്ങൾക്ക് അതൊരു ഭീഷണിയായി തീരും. അതുകൊണ്ട് ആ മണ്ണും മലിനീകരിക്കപ്പെടും. അപ്പം നമുക്ക് അവിടെ വേറെ കൃഷിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് ഒരു കാര്യമാണ്, ലൈഫ് ത്രെട്ടണിങ് കെമിക്കൽസ്. അടുത്തത്, ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ, ഇതൊക്കെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് വളരെ കൂടുതലാണ് അല്ലേ. ഈ പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ് പേപ്പർ പ്രോഡക്റ്റ് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും, പക്ഷേ നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ കഴിയാത്തത്. പേപ്പർ പ്രോഡക്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്നത് പോലെ ഡിസ്പോസ് ചെയ്യാൻ കഴിയാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി ദ റീസൺ ഫോർ ബാനിങ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെരി തിൻ പ്ലാസ്റ്റിക് കവർ, വളരെ തിന്നായിട്ടുള്ള കനം കുറഞ്ഞ പ്ലാസ്റ്റിക് കവറുകളുടെ ഉൽപ്പാദനവും അതിൻ്റെ വിതരണവും തടയുന്നതിൻ്റെ കാരണം എന്താണെന്ന്. പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് ദാറ്റ് ആർ വെരി തിൻ കനോട്ട് ബി റീസൈക്കിൾഡ്, വളരെ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് പ്രോഡക്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല, പുനഃചംക്രമണത്തിന് വിധേയമാക്കാൻ കഴിയില്ല. സോ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെരി തിൻ പ്ലാസ്റ്റിക് കവേഴ്സ് ആർ ബാൻഡ്. അതുകൊണ്ടാണ് പ്രൊഡക്ഷനും പിന്നെ ഡിസ്ട്രിബ്യൂഷനും ഏതിൻ്റെ വെരി തിൻ പ്ലാസ്റ്റിക് കവറിൻ്റെത് ബാൻ ചെയ്തിട്ടുള്ളത്. അടുത്തത്, വാട്ട് ഈസ് മീൻ ബൈ 3 Rs? 3 Rs എന്ന് വെച്ചാൽ എന്താണ്? റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, വാട്ട് ഈസ് ദ എക്സ്പ്ലനേഷൻ ഓഫ് 3 Rs എന്ന് ചോദിക്കാം. അപ്പോൾ എന്താണ്? ഇത് ആ ഓർഡറിൽ തന്നെ എഴുതണം. റെഡ്യൂസ് ചെയ്യുക, റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക. റെഡ്യൂസ് ചെയ്യുക, ഉപയോഗം കുറയ്ക്കുക. ഉപയോഗം കുറച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ റീയൂസ്, ഉപയോഗിച്ചതിൻ്റെ തന്നെ വീണ്ടും ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? റീസൈക്കിൾ ചെയ്യണം. അതാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. റെഡ്യൂസ് ചെയ്യുക, റീയൂസ് ചെയ്യുക, പിന്നെ റീസൈക്കിൾ ചെയ്യുക, പുനഃചംക്രമണം നടത്തുക. അടുത്ത സെൻറ്റൻസ്, ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി അഡോപ്റ്റഡ് വേൾഡ് വൈഡ് ടു റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്. ഈ നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റിന് അല്ലെങ്കിൽ അജൈവ മാലിന്യങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നതിനായി ലോകമാകെ സ്വീകരിച്ചിട്ടുള്ള, വേൾഡ് വൈഡ് അല്ലെ, ലോകമാകെ സ്വീകരിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് എന്തെന്ന് പറയുന്നത്? 3 Rs എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നോക്കിയോളൂ. റെഡ്യൂസ്, അതായത് മിനിമൈസ് ദ യൂസ്. റീയൂസബിൾ, ഓൺലി ദോസ് വിത്ത് സ്റ്റാൻഡേർഡ് ഗ്രേഡ് ഉള്ളതിനെ നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യണം. ദെൻ റീസൈക്കിളബിൾ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളുടെ ലിസ്റ്റാണ് താഴെ കൊടുത്തിട്ടുള്ളത്. റെഡ്യൂസ് ചെയ്യണത് എന്താണ്? പ്ലാസ്റ്റിക് കപ്പ് റെഡ്യൂസ് ചെയ്യണം, പ്ലാസ്റ്റിക് തെർമോക്കോൾ പ്ലേറ്റ്സ് അത് റെഡ്യൂസ് ചെയ്യണം, മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ അത് റെഡ്യൂസ് ചെയ്യണം. പിന്നെ എന്താ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്നത്? പ്ലാസ്റ്റിക് കവർ നമ്മൾ റെഡ്യൂസ് ചെയ്യണം അല്ലേ. അവിടെ പ്ലാസ്റ്റിക് കവർ എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റ് എഴുതുക. ഇനി അടുത്തത്, റീയൂസ് ചെയ്യാൻ പറ്റുന്നത്. പ്ലാസ്റ്റിക് ബാഗ് നമുക്ക് റീയൂസ് ചെയ്യാം, പ്ലാസ്റ്റിക് ജാർ നമുക്ക് റീയൂസ് ചെയ്യാം, പ്ലാസ്റ്റിക് അറ്റൻസിൽസ്, പ്ലാസ്റ്റിക്കിലുള്ള പാത്രങ്ങൾ നമുക്ക് റീയൂസ് ചെയ്യാം. പിന്നെ ക്വാളിറ്റിയുള്ള നല്ല പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണെങ്കിൽ ആ ബോട്ടിലും നമുക്ക് റീയൂസ് ചെയ്യാം. ഇനി റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത്, മെറ്റൽ പ്രോഡക്ട്സ് നമുക്ക് റീസൈക്കിൾ ചെയ്യാം, പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് നമുക്ക് റീസൈക്കിൾ ചെയ്യാം, പിന്നെ ഗ്ലാസ് സ്ഫടികം കൊണ്ട് നിർമ്മിച്ച പ്രോഡക്റ്റ് അതൊക്കെ നമുക്ക് റീസൈക്കിൾ ചെയ്യാം. പിന്നെ പേപ്പർ പ്രോഡക്ട്സ് നമുക്ക് റീസൈക്കിൾ ചെയ്തെടുക്കാം. അടുത്തത്, വാട്ട് ആർ ആക്ടിവിറ്റീസ് ഓഫ് ഹരിതകർമ്മസേന? ഹരിതകർമ്മസേന എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന്. In our state, Harida Karma Sena is playing a major role in transporting non-biodegradable waste to the treatment centers. ഈ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകളിൽ അല്ലെങ്കിൽ സംസ്കരണ കേന്ദ്രങ്ങളിൽ നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റിനെ, അജൈവ മാലിന്യങ്ങളെ എത്തിക്കുന്നതിൽ നമ്മുടെ നാട്ടിലെ ഹരിത കർമ്മസേനയ്ക്ക് വളരെ വലിയ പങ്കുണ്ട്. മേജർ റോളാണ് അവർ പ്ലേ ചെയ്യുന്നത് അല്ലേ.
അപ്പോൾ എന്താണ് മനസ്സിലായല്ലോ? അജൈവ മാലിന്യങ്ങളെ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ അല്ലെങ്കിൽ സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിൽ നമ്മുടെ നാട്ടിൽ ഹരിതകർമ്മസേന വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ആക്ടിവിറ്റീസ് ഓഫ് ഹരിതകർമ്മസേന. ഹരിതകർമ്മസേനയുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് 1, 2, 3 നമ്പർ ഇട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തത്, ഹരിതകർമ്മസേന മെമ്പേഴ്സ് കളക്ട് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ഫ്രം ഹൗസ് ഹോൾഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. അതായത് വീടുകളിൽ നിന്നും പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് സ്ഥാപനങ്ങളിൽ നിന്നും നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് അല്ലെങ്കിൽ അജൈവ മാലിന്യങ്ങളെ എന്ത് ചെയ്യുന്നു? ശേഖരിക്കുന്നു, കളക്ട് ചെയ്യുന്നു. ആരാണ്? ഹരിതകർമ്മസേനയുടെ മെമ്പേഴ്സ്. അതാണ് ഒന്നാമത്തെ അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഹരിതകർമ്മസേന മെമ്പേഴ്സ് സെപ്പറേറ്റ് വേസ്റ്റ് ഇൻറ്റു റീസൈക്ലബിൾ ആൻഡ് നോൺ റീസൈക്ലബിൾ. അതായത് ഇവർ ഈ കിട്ടിയ വേസ്റ്റിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത്, റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തത് എന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നു ഈ വേസ്റ്റിനെ. മൂന്നാമത്തത്, ഡെലിവർ ദ റോ മെറ്റീരിയൽ വൺസ് എ മന്ത് ടു ദ ഹൗസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡോപ്റ്റിംഗ് ദ കമ്പോസ്റ്റിംഗ് മെത്തേഡ്സ്. അതായത് കമ്പോസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗപ്പെടുത്തുന്ന വീടുകളിലും പിന്നെ അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും മാസത്തിലൊരിക്കൽ എന്താണ് ഈ റോ മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കുന്നു. അടുത്ത നാലാമത്തത്, ഹരിതകർമ്മസേന മെമ്പേഴ്സ് എഡ്യൂക്കേറ്റ് ദ പബ്ലിക് അബൌട്ട് വേസ്റ്റ് സെഗ്രിഗേഷൻ, റീസൈക്ലിംഗ് ആൻഡ് ദ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് വേസ്റ്റ് ഡംപിംഗ് ആൻഡ് ബേണിംഗ്. അതായത് ഹരിതകർമ്മസേനയിലെ മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു? മാലിന്യം വേർതിരിക്കുക, പുനരുപയോഗം ചെയ്യുക, മാലിന്യം നിക്ഷേപിക്കുന്നതും കത്തിക്കുന്നതിൻ്റെയും ദൂഷ്യഫലങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നു. ഇതൊക്കെയാണ് ഈ ഹരിതകർമ്മസേന മെമ്പേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ യൂണിറ്റിൻ്റെ നോട്ട് തീർന്നിരിക്കുകയാണ്. ഇനി അതിൻ്റെ ലെറ്റേഴ്സ് ആസ് സോൾവിംഗ് ഉണ്ട്, അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂം യൂട്യൂബ് ചാനലിന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വേറൊന്നുമില്ല, അതിൻ്റെ അകത്ത് നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യും, അതുപോലെ നോട്ട്സിൻ്റെ PDF ഷെയർ ചെയ്യും. അപ്പോൾ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് 8ാം ക്ലാസ്സിൽ നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ഇനി വരാൻ പോകുന്നത്, മാറ്റമുള്ള ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ മെയ് 1st വീക്കോട് കൂടി അത് വരും എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ടെക്സ്റ്റ് ബുക്കുകൾ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ നോട്ട്സും അതിൻ്റെ വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്ത്, അപ്പോൾ അടുത്ത വർഷം നമ്മളോട് കൂട്ടുകൂടാൻ താല്പര്യമുള്ള കുട്ടികൾ ഇപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അംഗമാകുക. മാത്രമല്ല വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. താങ്ക്